നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന BJPയെയും പഴിക്കുന്നതും അകറ്റി നിർത്തുന്നതും കേരളത്തിന്റെ വികസനത്തെയും CPMന്റെ കേരളത്തിലെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്ന അഭിപ്രായം ഇപ്പോൾ CPMനുള്ളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ നിലപാട് CPMന്റെ കമ്മിറ്റികളിലും കേൾക്കുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJP കേരളത്തിലും ശക്തിയാകുന്നുവെന്ന യാഥാർത്ഥ്യം കാണാതിരിക്കരുതെന്ന അഭിപ്രായമുള്ളവരാണിപ്പോൾ പാർട്ടി നിലപാടുകൾക്ക് വിധേയനായി കൺവീനർ സ്ഥാനം നഷ്ടമായ EP ജയരാജനും കുറച്ചു നാളായി CPMുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ മന്ത്രി G സുധാകരനും. ഇവരെ അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടിയുടെ നയം മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യ മനോഭാവമാണ് കേരളത്തിലെ CPMനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കരുതുന്നവരാണ് ഈ നേതാക്കൾ. കേരളത്തിലെ CPM അമിതമായി മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പാർട്ടി അംഗങ്ങളായ ഹിന്ദുക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM വോട്ട് ഗണ്യമായി BJPക്ക് ലഭിക്കാനുണ്ടായ സാഹചര്യവും മറ്റൊന്നുമല്ല എന്നും ഈ പ്രവർത്തകർ കരുതുന്നു. കേരളത്തിലെ BJP വളർച്ച മനസ്സിലാകുന്നില്ല എങ്കിൽ CPMന് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും ആവർത്തിക്കുമെന്ന് ചില നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. EP ജയരാജനെ ഇപ്പോൾ എന്തായാലും CPM തന്നെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് EP ജയരാജനെ പാർട്ടി അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. പുറത്താക്കലിന് പരസ്യമായി നൽകുന്ന വിശദീകരണങ്ങൾക്കപ്പുറം പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കങ്ങളാണ് EP ജയരാജൻ എന്ന CPM നേതാവിന്റെ പുറത്തുപോകലിന് കാരണമായി പറയപ്പെടുന്നതും. LDFൽ തുടർഭരണം ലഭിച്ച പിണറായി മുഖ്യമന്ത്രി ആയെങ്കിലും ജയരാജൻ മന്ത്രിസഭയിൽ രണ്ടാം ഊഴം ഉണ്ടായിരുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ട സമയത്ത് EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമാകുമെന്നുമാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും എല്ലാ കണക്കുകൂട്ടലുകളും അവിടെ തെറ്റിച്ചു. MV ഗോവിന്ദനാണ് ആ സ്ഥാനത്തേക്ക് പിന്നീട് വന്നത്. ഇതോടെയാണ് ജയരാജൻ പൂർണ്ണമായും അതൃപ്തനായത്. EPക്ക് LDF കൺവീനർ എന്ന സ്ഥാനം നൽകിയിരുന്നുവെങ്കിൽ കൃത്യമായി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ യോഗത്തിൽ വിളിച്ചു ചേർക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നുവരെ അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു. ഈ സമയത്തെല്ലാം പിണറായി വിജയൻ ഇടപെട്ടാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വീണ്ടും പാർട്ടി സംവിധാനത്തിൽ ഇരുത്തിയത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനുമായി ഒത്തുപോകുന്നതിൽ പൂർണ്ണമായും വിമുഖത കാണിച്ച EP ജയരാജൻ ഒരു ഘട്ടത്തിലും പാർട്ടി സംവിധാനങ്ങളിലേക്ക് തിരികെ വന്നിട്ടുമില്ലായിരുന്നു.